നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. BJP നേതാക്കളെ ഇല്ലാതാക്കാൻ ചൈനയുടെ ഫണ്ടിങ്ങിനെ ചുക്കാൻ പിടിക്കുന്നത് ഒരു മലയാളി. ചന്ദ്രനിൽ ചായക്കട നടത്തുന്നവർ എന്നൊക്കെ മലയാളികളെ പരിഹസിക്കുന്നവർ ഇത് കേട്ട് അന്തം വിടരുത്. മലയാളിയായ സിദ്ദിഖ് കാപ്പനെയാണ് ചൈന ഇതിനുവേണ്ടി കണ്ടെത്തിയതെന്ന് ED പറയുന്നു. ഉത്തരേന്ത്യയിലെ ഹിന്ദു നേതാക്കളെ വധിക്കാനുള്ള PFI ഭീകരൻ സിദ്ദിഖ് കാപ്പന്റെ പദ്ധതിക്കായി ചൈനീസ് ഫണ്ടും എത്തിയതായി ED. ക്യാമ്പസ് ഫ്രണ്ട് നേതാവ് റൌഫ് ഷെരീഫ് മുഖേനയാണ് ചൈനീസ് ഫണ്ട് PFIയുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയത്. റൌഫ് 2019-2020 വർഷങ്ങളിൽ ചൈന സന്ദർശിച്ചിരുന്നു. ഒമാനിൽ റൌഫ് മാനേജറായി പ്രവർത്തിച്ച റേസ് ഇന്റർനാഷണൽ കമ്പനിയുടെ 4 ഡയറക്ടർമാരിൽ 2 പേർ മലയാളികളും 2 പേർ ചൈനക്കാരുമാണെന്ന് ED പറയുന്നു. റൌഫിന്റെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്കും SDPI നേതാവ് കലീം പാഷയുടെ അക്കൗണ്ടുകളിലേക്കും ചൈനീസ് കമ്പനികളിൽ നിന്ന് പണം എത്തിയിട്ടുണ്ട്. PFI അക്കൗണ്ടിൽ നിന്നും ഹിറ്റ് സ്ക്വാഡ് പരിശീലകൻ അൻഷാദ് ബദറുദ്ദീന്റെ അക്കൗണ്ടിലേക്ക് 3.5 ലക്ഷം രൂപ നിക്ഷേപിച്ചത് ഭീകരവാദ ഫണ്ടിങ്ങിൽ വ്യക്തമായ തെളിവായി. ബാംഗ്ലൂർ കലാപ കേസിലെ പ്രതി കൂടിയാണ് പാഷ. ഗൾഫിലെ PFI എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുഖേനയാണ് UAE, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ വൻതോതിൽ ധനസമാഹരണം നടന്നിട്ടുണ്ട്. ബിസിനസ് ഇടപാടുകളുടെ മറവിലോ ഹവാല മാർഗമോ ആണ് ഫണ്ട് ഇന്ത്യയിലേക്ക് എത്തിച്ചിരുന്നത്. ഇതിനായി 3200 ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള ഇടപാടുകൾ ED പരിശോധിച്ചു. ഇതിൽ ഭൂരിഭാഗവും വ്യാജ പേരുകളിലെ അക്കൗണ്ടുകളാണെന്ന് ED കണ്ടെത്തി. സിദ്ദിഖ് കാപ്പന്റെ നിർദ്ദേശപ്രകാരം അൻഷാദ് ബദറുദ്ദീനും ഫിറോസ് ഖാനും ഉൾപ്പെട്ട PFI ഹിറ്റ് സ്ക്വാഡ് ഡൽഹി BJP നേതാക്കളെ കൊല്ലാനാണ് പദ്ധതി ഇട്ടിരുന്നതെന്ന് ED പറയുന്നു. BJP നേതാക്കളായ കപിൽ മിശ്ര, പർവേസ് വർമ്മ തുടങ്ങിയവരായിരുന്നു ഹിറ്റ് ലിസ്റ്റിൽ. 2020 സെപ്റ്റംബർ ആദ്യവാരം മഞ്ചേരി ഗ്രീൻ വാലി അക്കാദമിയിൽ ചേർന്ന ഹിറ്റ് സ്ക്വാഡ് തലവന്മാരുടെ യോഗത്തിലായിരുന്നു തീരുമാനം. NIA സംഘത്തോട് ബദറുദ്ദീനും ഫിറോസ് ഖാനും പദ്ധതി വിശദാംശങ്ങൾ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. പദ്ധതിയുടെ ആസൂത്രകനായ സിദ്ദിഖ് കാപ്പൻ 2020 ഒക്ടോബർ 4 ഹത്രാസ് കേസിൽ പിടിയിലായതോടെയാണ് ആക്രമണ പദ്ധതി ഉപേക്ഷിച്ചത്. ഡൽഹി കലാപം അടിച്ചമർത്തിയതിനുള്ള പ്രതികാരമായാണ് BJP നേതാക്കളെ വധിക്കാൻ പദ്ധതിയിട്ടത്. ഡൽഹിയിലെ PFI നേതാക്കളായ പർവേസ് അഹമ്മദ്, മുഹമ്മദ് ഇലിയാസ്, അബ്ദുൾ മുഖീദ് എന്നിവരുമായി സിദ്ദിഖ് കാപ്പനും KP കമാലും ഇത് സംബന്ധിച്ച് രഹസ്യ ചർച്ച നടത്തി. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ഡിസംബർ 6 ആദ്യം പദ്ധതിയിട്ടതെങ്കിലും അന്നേ ദിവസം സുരക്ഷാ നിരീക്ഷണം ശക്തമാക്കുമെന്നതിനാൽ 3 മാറ്റി. ഹിറ്റ് സ്ക്വാഡിന് വാഹനങ്ങളും ഒളിത്താവളങ്ങളും ഏർപ്പാട് ചെയ്യാൻ ഡൽഹി PFI നേതാക്കളെ ചുമതലപ്പെടുത്തി. NIA, ED കേസുകളിൽ പിന്നീട് അറസ്റ്റിലായ ഡൽഹി PFI നേതാക്കൾ ഇപ്പോൾ തിഹാർ ജയിലിലാണ്. തീവ്രവാദ ബന്ധത്തെ തുടർന്ന് ജയിൽ മോചിതനായ മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖ് കാപ്പനുമായി CPM പ്രവർത്തകരും നേതാക്കളും സജീവ സമ്പർക്കം പുലർത്തിയിരുന്നു. എന്നാൽ കാപ്പൻ പിടിയിലായതോടെ സമ്പർക്കത്തിന് പോകരുതെന്ന് പാർട്ടിയുടെ രഹസ്യ നിർദ്ദേശം നൽകി. സിദ്ദിഖ് കാപ്പനുമായി ബന്ധപ്പെടാൻ സാധ്യതയുള്ള നേതാക്കൾക്കാണ് പാർട്ടി രഹസ്യമായി വാക്കാൽ നിർദ്ദേശം നൽകിയത്. വാചകമടിക്ക് കുറവില്ലെങ്കിലും CPMന് കേന്ദ്ര സർക്കാരിന്റെ ഭയമായതുകൊണ്ടാണ് കാപ്പനെ വിട്ടേക്കാൻ പാർട്ടി നിർദ്ദേശം നൽകിയത്. കാപ്പൻ എന്ന് കേട്ടാൽ മൂത്രമൊഴിക്കുന്ന അവസ്ഥയിലാണ് CPM. കാപ്പനുമായി അടുപ്പം പുലർത്തുന്ന മാധ്യമ പ്രവർത്തകരും ആകെ ഭയപ്പാടിലാണ്. കാപ്പൻ ജയിൽ മോചിതനായെങ്കിലും അദ്ദേഹത്തിന് പിന്നാലെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം വലവിരിക്കുന്നുണ്ട്. കാപ്പനുമായി സംസാരിക്കുന്ന എല്ലാവരെയും കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കുന്നുണ്ട്. തനിക്ക് അവകാശങ്ങൾ നീതിപൂർണമായി ലഭിച്ചിട്ടില്ലെന്ന് പുറത്തിറങ്ങിയ ശേഷം സിദ്ദിഖ് കാപ്പൻ മാധ്യമ പ്രവർത്തകരോട് വിശദീകരിച്ചു. തന്റെ കൂടെയുള്ള പലരും ഇപ്പോഴും കള്ളക്കേസിൽ കുടുങ്ങി ജയിലിൽ കിടക്കുകയാണെന്നും അവർക്ക് നീതി വേണമെന്നും കാപ്പൻ പറഞ്ഞു. മോചനത്തിനുള്ള ഉത്തരവ് ലക്നൌ കോടതി ജയിൽ അധികൃതർക്ക് ഇന്നലെ അയച്ചിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസിൽ കഴിഞ്ഞ മാസം അവസാനമാണ് സിദ്ദിഖ് കാപ്പന് ജാമ്യം ലഭിച്ചത്. UPയിലെ ഹത്രാസിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട ദളിത് പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കാനുള്ള യാത്രക്കിടെയായിരുന്നു 2020 ഒക്ടോബർ 5 സിദ്ദിഖ് കാപ്പനെ UP പോലീസ് അറസ്റ്റ് ചെയ്തത്. രാജ്യദ്രോഹം, സമുദായങ്ങൾക്കിടയിൽ ശത്രുത വളർത്തൽ, ഭീകരപ്രവർത്തനത്തിന് ഫണ്ട് സമാഹരിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് കാപ്പനെതിരെ ചുമത്തിയത്. UAPA കേസിൽ കാപ്പന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നെങ്കിലും ED കേസിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ ജയിൽ മോചനം നീണ്ടുപോവുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 31 ED കേസിൽ കാപ്പൻ നൽകിയ ജാമ്യാപേക്ഷ ലക്നൌ ജില്ലാ കോടതി തള്ളിയിരുന്നു. തുടർന്ന് ലക്നൌ ഹൈക്കോടതിയെ സമീപിച്ച് ജാമ്യം ലഭിച്ചു. ജാമ്യം ലഭിച്ചെങ്കിലും നടപടിക്രമം നീണ്ടുപോയതിനെ തുടർന്ന് മോചനം വൈകുകയായിരുന്നു. UP പോലീസിന്റെയും EDയുടെയും വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയായതോടെ റിലീസിംഗ് ഓർഡർ ജയിലിലെത്തുകയായിരുന്നു. പിന്നാലെയാണ് ജാമ്യം ലഭിച്ചത്. ദേശവിരുദ്ധ സംഘടനകളുമായി ബന്ധം പുലർത്തിയ മാധ്യമ പ്രവർത്തകരെ NIA ചോദ്യം ചെയ്തതിന് പിന്നാലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. തീവ്ര ആശയങ്ങളോട് യോജിക്കുന്ന മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടുത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചിരുന്നതായി NIA കണ്ടെത്തി.
കേരളത്തിൽ നടന്ന വാട്സാപ്പ് ഹർത്താൽ, CA പ്രക്ഷോഭം, ലക്ഷദ്വീപ് വിഷയങ്ങൾ എന്നിവയിലടക്കം ഈ ഗ്രൂപ്പുകളിൽ വലിയ ചർച്ചകൾ ഉണ്ടായതും ഇതിലെ ചർച്ചകൾക്കനുസരിച്ച് വാർത്തകൾ മെനഞ്ഞെന്നും NIA കണ്ടെത്തി. ലക്ഷദ്വീപ് വിഷയത്തിൽ വലിയ രീതിയിൽ പ്രതികരിച്ച മാധ്യമ പ്രവർത്തകയും NIA ചോദ്യം ചെയ്തവരിലുണ്ട്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ പേരെ ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. ഈ റിക്രൂട്ടിങ്ങിന് നിരവധി സ്ലീപ്പർ സെല്ലുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം സെല്ലുകളുടെ ഭാഗമായി പ്രവർത്തിച്ച 6 മാധ്യമ പ്രവർത്തകരെയാണ് NIA ചോദ്യം ചെയ്തത്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് തൊട്ട് പിന്നാലെ മാധ്യമ പ്രവർത്തകരുടെ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് വിലങ്ങിടാനുള്ള നീക്കം NIA ആരംഭിച്ചിരുന്നു. ജയിലിൽ നിന്നിറങ്ങിയ സിദ്ദിഖ് കാപ്പൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖം വിവാദമായി. കാപ്പൻ പച്ചവെള്ളം ചവച്ചു മാത്രം കുടിക്കുന്നയാളാണെന്ന പ്രചാരണമാണ് അവസാനിച്ചത്. സിദ്ദിഖ് കാപ്പന് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമില്ലെന്നും ഹത്രാസിലേക്ക് കാറിൽ ലിഫ്റ്റ് കയറിപ്പോയി കുടുങ്ങിയതാണെന്നും വാദിച്ചവരെ വെട്ടിലാക്കുന്നതാണ് കാപ്പന്റെ നിലപാട്. തീവ്രവാദി എന്ന് വിശേഷിപ്പിക്കുന്നതിൽ അഭിമാനമേ ഉള്ളൂ എന്നാണ് കാപ്പൻ പ്രതികരിച്ചത്. സ്വതന്ത്ര പോരാളികളായിരുന്ന ഗാന്ധിജിയെയും നെൽസൺ മണ്ടേലയെയും ഭഗവത് സിംഗിനെയും ഭരണകൂടം തീവ്രവാദി എന്ന് വിശേഷിപ്പിച്ചതുപോലെയാണ് ഇതെന്നും കാപ്പൻ താരതമ്യപ്പെടുത്തി. ഫലത്തിൽ പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യമിടുന്ന ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ പോരാളിയാണ് താനെന്ന് കാപ്പൻ അവകാശപ്പെടുകയാണ്. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങളിൽ കേസുമായി ബന്ധപ്പെട്ടവർ മാധ്യമങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്താൻ പാടില്ലെന്ന വ്യവസ്ഥയും കാപ്പൻ ലംഘിച്ചു. തനിക്കെതിരെയുള്ളത് കള്ളക്കേസാണെന്നും UAPA നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നുമുള്ള കാപ്പന്റെ അഭിപ്രായ പ്രകടനം കോടതിയെ ലക്ഷ്യമാണ്. ഇക്കാര്യം UP പോലീസ് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയാൽ ജാമ്യം പോലും റദ്ദായേക്കും. ജയിലിൽ പോകുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി മോദിയെ വധിക്കണമെന്നുൾപ്പെടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ചരിത്രം കാപ്പനുണ്ടെന്ന് പറയുന്നു. പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ഹത്രാസിലെത്തിയത് വർഗീയ കലാപത്തിനുള്ള ശ്രമങ്ങളുമായെന്ന് കണ്ടെത്തിയിരുന്നു. 1.25 കോടിയുടെ വിദേശ സഹായം ഇതിനായി ലഭിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഹത്രാസിൽ വർഗീയ കലാപത്തിന് ലക്ഷ്യമിട്ടാണ് മാധ്യമപ്രവർത്തകനായ സിദ്ദിഖ് കാപ്പൻ അടക്കമുള്ള സംഘം ഉത്തർപ്രദേശിലേക്ക് എത്തിയത്. ഡൽഹി കലാപത്തിന് പിന്നാലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തെ വർഗീയ കലാപങ്ങൾക്കായി പോപ്പുലർ ഫ്രണ്ടിന് വിദേശ സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആവശ്യമാണ്. രാജ്യവ്യാപകമായാണ് കലാപങ്ങൾക്ക് ശ്രമിച്ചതെന്നും ഇവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. PFI പ്രധാനമന്ത്രിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയതായി നേരത്തെ കണ്ടെത്തിയിരുന്നു. പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടന ആരംഭം മുതൽ മതമൗലികവാദം പ്രചരിപ്പിക്കുകയും കേരള സമൂഹത്തിൽ ഭീതിയും ആശങ്കയും വളർത്തുകയായിരുന്നു. ഇവരെ ഏറ്റവും അധികം ഭയക്കുന്നത് ക്രൈസ്തവരാണ്. സംഘടന നിരോധിക്കപ്പെടണമെന്ന ആവശ്യം പല തുറകളിൽ നിന്ന് പലപ്പോഴായി ഉയർന്നിട്ടുള്ളതാണ്. പ്രവർത്തനങ്ങളിലെ തീവ്രവാദ സ്വഭാവം കാരണം പലയിടങ്ങളിലും നിരീക്ഷണ വിധേയമായിരിക്കുന്ന സംഘടനകളാണ് പോപ്പുലർ ഫ്രണ്ടും SDPയും. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന മതേതര നാമം സ്വീകരിച്ചിരിക്കുന്നതിനാൽ അതൊരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പലരും തെറ്റിദ്ധരിക്കാൻ ഇടയാക്കി. PFI എന്ന പോപ്പുലർ ഫ്രണ്ട് ഇടക്കാലത്ത് ക്രൈസ്തവരെ പിന്തുണയ്ക്കാൻ തയ്യാറായി രംഗത്തെത്തി. SDPയും ക്രൈസ്തവർക്ക് വേണ്ടി സംസാരിക്കാൻ ആവേശം പ്രകടിപ്പിച്ചിരുന്നു. പ്രധാനമായും RSSനെതിരെ വികാരം അഴിച്ചുവിടുകയായിരുന്നു ലക്ഷ്യം. ഇത് അവരുടെ തന്ത്രമായിരുന്നു. എന്നാൽ കൃത്യസമയത്താണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ഉണ്ടായത്. അവർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെയുള്ള ബിഷപ്പുമാരുമായി ബന്ധപ്പെട്ട് തുടർന്നാണ് KCBC ഇസ്ലാം ഗ്രൂപ്പുകൾക്കെതിരെ നിലപാടെടുത്തത്. നിരോധിത തീവ്രവാദ സംഘടനയായ സിമിയുടെ മറ്റൊരു മുഖമാണ് പോപ്പുലർ ഫ്രണ്ടെന്ന് 2012 അന്നത്തെ കേരള പോലീസും ഇന്റലിജൻസ് മേധാവി കേരള ഹൈക്കോടതിയെ ധരിപ്പിച്ചിരുന്നു. അന്ന് ഉമ്മൻചാണ്ടിയായിരുന്ന മുഖ്യമന്ത്രി. എന്നാൽ തുടർന്ന് വന്ന പിണറായി സർക്കാർ സംഘടനയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകി. കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുകയും ഖാലിഫേറ്റ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി ഏറ്റെടുത്ത സംഘടനയായിരുന്നു 2001 നിരോധിക്കപ്പെട്ട സിമി. അതിന്റെ തുടർച്ചയെന്നോണം 2006 സ്ഥാപിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടും ആരംഭം മുതൽ മതമൗലികവാദം പ്രചരിപ്പിക്കുന്നതിൽ മുന്നിലായിരുന്നു. സിമിയുടെ നേതാവായിരുന്ന പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ജലീൽ. 2006 നവംബർ 22 പോപ്പുലർ ഫ്രണ്ട് രൂപീകരിക്കുന്നത്. നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായിട്ടാണ് സംഘടന രൂപീകരിക്കപ്പെട്ടത്. സ്വാതന്ത്ര്യം, സുരക്ഷ, നീതി എന്ന മുദ്രാവാക്യങ്ങളുമായി രൂപീകരിക്കപ്പെട്ട നവയുഗ സംഘടനയാണ് ഇത്. ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, നാഷണൽ വുമൻസ് ഫ്രണ്ട് ഓഫ് തുടങ്ങിയ പോഷക സംഘടനകളുള്ള പാർട്ടിക്ക് ഇസ്ലാമിക് സമൂഹത്തിൽ ആഴത്തിൽ വേരോട്ടമുണ്ട്. ഇതിൽ ക്യാമ്പസ് ഫ്രണ്ടാണ് SFI നേതാവ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത്. പോപ്പുലർ ഫ്രണ്ടിന് മനുഷ്യാവകാശ സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ട്. പ്രസ്ഥാനത്തിന് തന്നെ നിരവധി മനുഷ്യാവകാശ സംഘടനകളുമുണ്ട്. മുസ്ലിം സംവരണത്തിനായി സംഘടന ഏറെ നാളായി ശബ്ദമുയർത്തുന്നുണ്ട്. 2012 UAPA നിയമത്തിനെതിരെ സംഘടന നടത്തിയ സമരം ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. കേരളത്തിൽ മൂവാറ്റുപുഴ സ്വദേശി പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ട് കേസ് ഉൾപ്പെടെ പോപ്പുലർ ഫ്രണ്ട് നിരവധി കേസുകളിൽ പ്രതിസ്ഥാനത്തുണ്ട്. ആയുധം സൂക്ഷിക്കൽ ഉൾപ്പെടെയുള്ള നിരവധി ആരോപണങ്ങൾ സംഘടനയ്ക്കെതിരെ ദേശീയ തലത്തിലും ഉയരുന്നുണ്ട്.
2012 കേരള സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ കോടതി അനുവദിച്ചില്ല. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട സംസ്ഥാനം കേരളമാണ്. തീവ്ര ഇസ്ലാമിക് പ്രസ്ഥാനം എന്ന നിലയിൽ പലർക്കും തലവേദനയാണ് പോപ്പുലർ ഫ്രണ്ട്. കർണാടകത്തിലും യുപിയിലും പൗരത്വ പ്രതിഷേധങ്ങൾ വഷളാക്കിയത് പോപ്പുലർ ഫ്രണ്ടാണെന്ന് സർക്കാരുകൾ കേന്ദ്ര ഗവൺമെന്റിന് അയച്ച കത്തിൽ പറയുന്നു. കർണാടകത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെയും SDPയെയും നിരോധിക്കാൻ നേരത്തെ തന്നെ സമ്മർദ്ദമുണ്ടായിരുന്നു. BJP നേതൃത്വവും ഇതിന് പിന്തുണ അറിയിച്ചിരുന്നു. മംഗളൂരിൽ നടന്ന പ്രതിഷേധങ്ങൾ കാശ്മീരിലെ ലഹളയെ തോൽപ്പിക്കുമെന്നാണ് കർണാടക DGP നൽകിയ നോട്ടീസിൽ പറയുന്നത്. അടിയന്തരാവസ്ഥ കാലത്തും ബാബറി മസ്ജിദ് തകർത്ത കാലത്തും ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചിരുന്നു. 1994 നിരോധിച്ചപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടാണ് നിരോധനം പിൻവലിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുടേതാണ് മാധ്യമവും പത്രവും മീഡിയ വൺ ചാനലും. മീഡിയ വൺ ചാനൽ കേന്ദ്ര സർക്കാർ നിരോധിച്ചത് അവരുടെ രാഷ്ട്രീയ നിലപാടുകളുടെ ഫലമായാണ്. പിന്നീട് മാധ്യമം പത്രത്തിനെതിരെ CPM തന്നെ രംഗത്തെത്തി. കോവിഡ് കാലത്താണ് മാധ്യമത്തിനെതിരെ CPM രംഗത്ത് വന്നത്. ഏതായാലും പോപ്പുലർ ഫ്രണ്ട് തന്നെ ഇടപെട്ട മാധ്യമവും CPM തമ്മിലുള്ള തർക്കം ഒഴിവാക്കി. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ CPM ഇപ്പോൾ ഭയമാണ്. കാപ്പനുമായി CPM ഇടപെട്ടാൽ തങ്ങളുടെ വർഗീയ ആവേശം BJP മുതലെടുക്കുമെന്ന് പാർട്ടി കരുതുന്നു. ഇസ്ലാമിക താൽപര്യങ്ങൾ വർദ്ധിക്കുന്നത് തങ്ങൾക്ക് അപകടമാണെന്ന കണക്കുകൂട്ടലിലാണ് തന്ത്രപരമായ നീക്കം CPM നടത്തുന്നത്. ഏതായാലും കാപ്പന്റെ ചൈന ബന്ധം CPMനെ സന്തോഷിപ്പിക്കാനാണ് സാധ്യത. പക്ഷേ പേടിയുണ്ടെന്ന് മാത്രം.